തോട്ടിലിടാൻ എന്ത് ഓടക്കുഴലാ? കിണ്ടിയുടെ വെള്ളം എടുത്ത് കുടിക്കല്ലേ? വീട്ടിലല്ല അത്. ആ TV കാണുന്ന കൃഷ്ണനാണ് കാശി. ആ കൈ കൊണ്ട് കാണിച്ചാ മതി. കാശ് അറിഞ്ഞൂടെ? അമ്മക്ക് അറിയാം. അമ്മ അറിയാൻ ഇട്ടുതരാ ബ്ലഷ്. അതൊക്കെ ഇട്ട് തരാ. അതൊക്കെ ഉണ്ട് അമ്മ അടുത്ത്. എടാ ഇറങ്ങിയിരിക്കും, ഞാൻ റെഡിയാക്കി തരാം. ഹലോ ഗായ്സ്, അപ്പോൾ അത് നമ്മുടെ പിന്നെ വന്നു. അങ്ങനെ അനുമോളെയും കൂട്ടിയിട്ട് നമ്മളത് കടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നേക്കുവാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ കൃഷ്ണമാല റെഡിയാക്കാനുള്ള നമ്മുടെ കിരീടവും ഓടക്കുഴലും മാലയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ നേരത്തെ മുതൽ 3:30 മുതൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 മണിയായപ്പോഴാണ് ചെന്നത്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കിരീടവും ഓടക്കുഴലും പിന്നെന്താ നമ്മുടെ കഴുത്തിലിടുന്ന ഒരു മാലയൊക്കെ കിട്ടി. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഈ ചുവന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. കുങ്കുമം കലക്കിയൊക്കെ വെക്കണമായിരുന്നു. ഹലോ ഗായ്സ്, ഓണത്തിന് ഞങ്ങൾ റെഡി ആവാൻ പോവല്ല. ഞങ്ങൾ കാശ് കൊടുത്ത് നെക്സ്റ്റിനാക്കാൻ പോവാണ് അല്ലേ? കാശിന്റെ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. പാന്റ് മാത്രം നമ്മൾ ഇടാൻ പോകുന്നുള്ളൂ. മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ അടുത്തോണ്ടെന്ന് ഇപ്പോഴേ വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്ത മേക്കപ്പ് ഇടുന്നത്. കാശിക്ക് ഇതേ ചൂടാനുള്ള തലയിൽ ഇങ്ങനെ ഇടാനുള്ള മുല്ലപ്പൂ. ഇതെന്റെയാണ് ആക്ച്വലി. ശരിക്കും ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളത്. കാശിക്ക് കൊടുക്കാം ഇന്ന് തൽക്കാലം. ഇത് അമ്മയുടെയാണ്. എല്ലാ അമ്മയുടെ ഇവിടെ ഇരിക്കും. കാശിക്ക് മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വെജിലിയാണ് എന്റെ സാധനങ്ങളൊക്കെ. അതെ ഇവിടെ ഇരിക്കട്ടെ. ഓടക്കുണ്ടൊക്കെ തരാം ഞാൻ. എല്ലാം തരാം. അതെ കാശിന്റെ ഓടക്കുഴല് പീപ്പി സാധനങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ മേടിച്ചിട്ടുള്ളതാണ്. സോ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങളിപ്പോ റെഡി ആകാൻ പോണത്. ഇവിടെ ഇരിക്കും. അമ്മ റെഡിയാക്കി തരാം. എടുത്തു തരണം. അമ്മ റെഡിയാക്കി തരാം. വേണ്ട, അമ്മ റെഡിയാക്കി തരാന്ന്. അന്ന് ഞങ്ങൾക്കിപ്പോ പോകണ്ട, അമ്പലത്തിൽ പോകണ്ടെന്ന ഒരു കാര്യം ചെയ്യാം. എടാ ഇറങ്ങിയിരിക്കും, ഞാൻ റെഡിയാക്കി തരാം. മേക്കപ്പ് ചെയ്യണോ? അമ്പലത്തിൽ ചെന്നപ്പോ കൃഷ്ണന്മാർ സുന്ദരന്മാരായിട്ട് നിക്കണുണ്ട്. അമ്മയുടെ കൈ കണ്ട സുന്ദരന്മാരായിട്ട് നിക്കണുണ്ടല്ലേ? അതുപോലെ നിക്കണ അതുപോലെ അമ്പലത്തിൽ പോയി നിക്കണ. അമ്മ റെഡിയാക്കി തരട്ടെ? ആദ്യം നമുക്ക് മേക്കപ്പ് ഇടാം, എന്നിട്ട് നമുക്ക് ഉടുപ്പിടിക്കാം. അല്ലെങ്കിൽ എല്ലാം അതിനകത്ത് കമത്തും. അതേ മേക്കപ്പ് ഇടാൻ പോവാം. ഏതിട്ടാ? ഇത് വലിയ അളവ് ഇടുന്നത് ഇട്ട് കൊടുക്കാം. ബാക്കാൻ ഇതെന്താ പറയുന്നത്? ഇത് മുഖത്ത് കുണ്ടും കുഴിയുള്ളവർക്ക് അടക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് ചെറുക്കം വേണമെന്ന് പറയുന്നത്. കടക്ക് എവിടെ കുഴി? അവിടെ ഇവിടെ കഴുത്തിന് ശരിയാ കുഴി ഉണ്ട്. 2 കുഴി ഉണ്ട്. ഇവിടെ ഇച്ചിരി ഇറച്ചിനെ കയറുണ്ട് ഗൈസ്. മേക്കപ്പ് എടുത്തേ? നമ്മള് ലാക്മേ കാശിന്റെ കയ്യിലിടാൻ പോണ ഗൈസ്. കമോൺ ബാ. ഇച്ചിരി അവിടെ ഞാൻ ഇട്ടുതരാം. ഞാൻ ഇട്ട് തരാം കാശി കുഞ്ഞ. അത് കളയല്ലേ തോണ്ടി. ഞാൻ പറഞ്ഞില്ലേ കളയല്ലേ. നിങ്ങളോടെ എങ്ങാണ്ട് നിക്ക്. ദേ കയ്യെന്തിയെ ഉള്ളത് മുഴുവൻ മുഖത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. കൈ ഞാൻ തേച്ച് തരാട്ടെ. അവിടെ നിക്ക്. മിക്സ് ആക്കട്ടെ അമ്മ ആദ്യം. ഏതാ എല്ലാം എടുത്ത് മുഖത്ത് പെരട്ടി അവിടെ തൂണ്ടി വെച്ചിട്ടുണ്ട്. അമ്മ മിക്സ് ആക്കി തേച്ച് തരാട്ടാ. അവിടെ നിക്ക്. ഞാൻ മിക്സ് ആക്കാം. കട്ട് അങ്ങോട്ട് ഇരിക്കാം നമ്മുടെ മുഖത്തേക്ക്. കണ്ണടച്ചുടിച്ചോ? നിനക്ക് തുടക്കോ? ഞാൻ നിനക്കല്ലേ മേക്കപ്പ് ഇടേണ്ടത്. ഇങ്ങോട്ട് കാട്ടങ്ങള്. എടാ ഇങ്ങനെ പിടിക്കാൻ തുടക്കാൻ പറ്റില്ല. അത് കണ്ണുറന്നോ? കണ്ണുറന്നേ. നീ കണ്ണടക്ക്. പൗഡർ ഇട്ടേ നടക്കോളാം. അയാളെ കാശ് അറിഞ്ഞൂടെ? അമ്മക്ക് അറിയാം. അമ്മ അറിയാം. ഇട്ടുതരാം ബ്ലഷ്. ബ്ലഷ് നീ മറ്റേ ചെരി കൈ കൊണ്ട് കാണിച്ചാ മതി. പിന്നെ ഒന്നും കൂടെ നന്നായി ഞാൻ ഇട്ട് തരാം. കണ്ണൂർ കിടന്നിട്ടാ. ഇനി ഞങ്ങൾ ഐബ്രോ എഴുതാൻ പോവാണ് കേട്ടാ. ഓണം വന്നല്ലോ. ഓണത്തിന്റെ പാട്ടാണ്. വാല് തന്നെ. കാശ് അമ്പലത്തിൽ പോയപ്പോ ഒരു പാട്ട് കേട്ടില്ലായിരുന്ന?
ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ അടുത്തേക്ക്. സുന്ദരിയായിട്ട് ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടരാ. എല്ലാം ഇട്ടറിയാൻ ഇങ്ങോട്ട് തിരിയുന്നത്. കാശ് ലിപ്സ്റ്റിക് ഇടണം. എടുത്ത് തരാം. ഓക്കെ. ഈ ലിപ്സ്റ്റിക്കാ ഇതാ? എനിക്ക് ഏതാ വേണ്ടേ? രണ്ടും മിക്സ് ചെയ്തോ? ഇതാ ഇട്ടുതരാം. എല്ലാം ഒന്നും ഇടാൻ പറ്റൂല. ചെറുക്കാൻ മറ്റേ നാഗവലിനെ പോലെയാണ് എന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. കുറച്ച് ഏത്? അത് ലിബാം. അത് വേണ്ട. ഓണം ആ കണ്ട് ചുണ്ടാട്ട്. ആ ചുണ്ടാട്ട്. ആ ലിബാം ഒന്നും വേണ്ട. അവിടെ ഇരിക്കും. ചുണ്ടാട്ട്. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി അമ്മേനെ കണ്ടോർക്ക്. ഈ ആട്ടി അങ്ങനെ തിന്നരുതട്ടാ. കുറച്ച് അങ്ങനെ ഇങ്ങനെ അടക്ക പയ്യ. അങ്ങനെ കൃഷ്ണന് സ്വർണ്ണ കളറില ഇപ്പുറത്തെ കണ്ടില്ല. ആ തുറന്നാട്ടാ. അമ്മലേക്ക് അടച്ചുടിക്കേ. അങ്ങനെ കാണിക്കില്ലേ? സുന്ദരിയായില്ലേ? അടയാഭരണങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. കിരീടം നല്ല രീതിയിൽ വെച്ചേക്കണേ. കിരീടമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ്യൂം ഇടാം. ഏകദേശം നമ്മള് ചെറിയ കണ്ണിന്റെ മുകളിൽ ഇവിടെ കുത്തൂത്തണം. അത് നമുക്ക് പഠിച്ച് വെച്ചിട്ട് ലാസ്റ്റ് കുത്താം. ഉടുപ്പ് കണ്ണിന്റെ മുകളിലാണ് പിരിയത്തിന്റെ മുകളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തണം. അതിപ്പോ ബഡ്സ് ഉണ്ട് ഇവിടെ. അമ്മയുടെ വെച്ചൊരു ബഡ്സ് ഉണ്ടാവും. കഴിഞ്ഞില്ല. അടിച്ചില്ല. പേടിക്കണ്ട. അടിച്ചില്ല. എന്തിനാ അടിക്കണേ? ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു. ഏത്? അത് റെഡിയായി കഴിഞ്ഞ് പൊന്നെ മുഖത്തൊന്നും ഇല്ല. എന്നാ കൊണ്ടുപോകും. എന്താണ് ഇനി വേണ്ടേ? മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഇടണോ? ഇനി ഇത് ഇട്ട് കഴിയട്ടെ. ഇപ്പോഴൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാനാണെങ്കിൽ ഇനി ഗൈസ് നമ്മളിനി കോസ്റ്റ്യൂംസ് ഒക്കെ ധരിക്കാൻ പോണം. ഇനി സാധനങ്ങളുണ്ട്. ഇനി മാല. ഇന്ന് ഷോട്ട് കൊടുക്കണോണ്ടടി. ഇത് ഒന്ന് കൊടുക്ക. ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല. എല്ലാമല്ല. ഞാൻ ഇന്നലെ കാച്ചിക്കൊണ്ട് വേണ്ടിട്ട് ഒരു മാല, 2 വള, 4 വള. ഈ 2 വള. പിന്നെ ഇതുപോലത്തെ ഒന്നും ഉണ്ടായില്ല. ഈ 2 വള. വള 2 വള ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാസരം കൊലുസ് അത് ഉണ്ടാക്കിയതാണ്. പൊട്ടിച്ചെടുത്തതാ. വലിയൊരു മാലയായിരുന്നു. അത് പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു മണിമാല ആദ്യം ഉണ്ടായില്ലേ? ആദ്യം ഉണ്ടായിരുന്നു. കാശി കുഞ്ഞിനെ തുടങ്ങിയിരുന്ന മാലയാണ്. അത് അതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു മാല ഇന്നലെ രാത്രി ഞാനിരുന്ന് കഴുകി വെളിപ്പിച്ചെടുത്താണ്. അപ്പൊ ഇത്രയും കോസ്റ്റ്യൂമാണ് കാശി ഇടാൻ പോകുന്നത് കേട്ടോ. എല്ലാം ഇവിടെ നിരത്തി വെക്കട്ടെ ഞാൻ. ഏത് നേരത്തെ കാശിന് വിധം പറയാൻ പറ്റില്ല. കൃഷ്ണൻ ചില്ലിങ് വിത്ത് മിൽക്ക്. വെണ്ണയോ നെയ്യോ വല്ലതും വേണം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഉടലാടാ. ഉടലാടാ. ഇത് ഞാൻ ഇങ്ങനെ ഞൊറി വെച്ച്. ഞൊറി ഇതിവിടെ വെച്ചിട്ട് ഇത് തിരിച്ചുവരുമ്പോ ഉണ്ടാവോണാവോ? കൊണ്ടുവരോ കാശത്? കൊണ്ടുവന്നാ കൊള്ളാം. ജസ്റ്റ് ഒരു ഭംഗിക്ക്. ഗുഡ് ബോയ്. നമുക്ക് മുറിച്ചോളാം കേട്ടോ ലാസ്റ്റ്. ഇന്നെന്താ മാല മാലിടാ. ശരിക്കും തണുക്കണ ഷോർട്ട് എടുക്കടി. ഷോർട്ട് ഇടണോ? അതും ഇട്ടുതരാം. എല്ലാം ഇട്ടുതരാം. അതൊക്കെ ഇട്ടുതരാം. അതൊക്കെ ഇണ്ടമ്മ എടുത്ത്. ഇത്ര മാല പോരെ? ഇനി ഫുൾ വേണ്ടത് ഇത്ര പോരെ? എടുത്തോടി. പാദസരങ്ങൾ കിലുങ്ങി. കൃഷ്ണ ഇഷ്ടമായെന്ന് വെച്ചാൽ എല്ലാവർക്കും
കുഞ്ഞിക്കാല് കാട്ട്. കുഞ്ഞിക്കാലിൽ തളയിടുന്നു. തളയല്ലേ ഇത് ഗൈസ്, വളയാണ്, വളയല്ല മാല. തിരിഞ്ഞോ? അതൊക്കെ അമ്മ ശരിയാക്കി തരാം കേട്ടാ. ആ ഇട്ട് തരാ. അവനിപ്പോ കയ്യിലിടുന്ന സാധനം വേണം. അതെവിടെ ഇരിക്കണേ? നമ്മുടെ ഇരുന്ന കാലുമേ, ഇത് കാലുമേ തേക്കട്ടെ ഈ സാധനം. അത് അവസാനം തേച്ചാ പോരെ? അത് അവസാനം തേക്കാം, അല്ലെങ്കിൽ ഇതുമേക്കെ ആവും. ഉടുപ്പൊക്കെ ഇട്ടിട്ടില്ല. ഇനി ഉണ്ടല്ല, ഇനി നമുക്ക് ഇനി എന്താ ഇടണ്ടേ? ആ കയ്യിലിടുന്ന സാധനം കട്ടെടുക്കാം. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ് ഗൈസ്. കാതിലിടുന്നത് ഇതിങ്ങനെ നമ്മളിടില്ലേ, ഇങ്ങനെ എടുത്തില്ലേ, ആ സാധനമാണ്. അയ്യോ അതാണിത്. ഇത് ഞാൻ കാശിയുടെ കയ്യിലെ കുണ്ടലമാക്കാൻ പോവാം. കയ്യിലെ കുണ്ടലെന്ന് പറയാം, കാതിലെ കുണ്ടലല്ല. കാതിലെ കമ്മലില്ല പുള്ളക്ക്. പക്ഷെ എങ്കിൽ ഞങ്ങളിതേ ഈ സാധനം കയ്യിൽ ഇപ്പൊ വെച്ച് സെറ്റാക്കാൻ പോവാം. കാശിക്ക് ഇത് വെക്കണം എന്നാ കയ്യില്. ഓവറാവോ? എനിക്കറിയില്ല. ഇവന് ഇതാണ് കയ്യിലിടാൻ വേണമെന്ന് പറഞ്ഞത് എന്നോട്. ഇട്ടുതരാം. എന്തായാലും കൃഷ്ണനല്ലേ. ഓക്കെ, ഇഷ്ടപ്പെട്ടാ? കൃഷ്ണന് എന്തിനാ ഒരു കുറവ്? കൈ കാണിച്ചു കൊടുക്ക് അവർക്ക്. ചിരിക്കുക, എന്നിട്ട് ചിരിക്കടാ. അങ്ങനെയാണ് ചിരിക്കണം. ഇറങ്ങിപ്പോ ഇറങ്ങിയിരിക്കണേ. ചിട്ടാണ്. ഇനിയിപ്പോ ലൂസായിട്ടിരുന്നോട്ടെ, ടൈറ്റ് ആവണ്ട. ഇപ്പുറത്ത് ഗുരുവായൂരപ്പാ. അസിക്ക് വെച്ചാ കാശിക്ക്. അമ്മ കാശിനെ കടിച്ചൊന്നുമില്ല. അതിനെടുത്താ? സോറി. ടൈറ്റാടാ. പാകമാണെത്തത് കാട്ടി. ഇപ്പുറത്തെ കൈ കാട്ടി. ഇങ്ങനെ നേരെ നേരെ ഇരിക്ക്. ഞാനോട് നോക്കടാ, ചിരിക്കടാ. ഇത് കൊള്ളൂല. ഈ മരം ഭംഗിയില്ല കാശി, കുത്തിക്കൊള്ളുമേത്ത് ചേരണില്ല. ഇത് നമുക്ക് തലയിൽ ഇങ്ങനെ ഈ സാധനം വെക്കുമ്പോ ചേരാം. ഇത് വെച്ച് നോക്കട്ടെ, ഇത് വെച്ച് നോക്കട്ടെ, ഇത് വെച്ച് നോക്കട്ടെ ആദ്യം. ഷോട്ട് കൊടുത്തു. ആ ടി വി കാണുന്ന കൃഷ്ണനാണ് കാശി. അതുപോലെ ആക്കണ കേട്ടമ്മ. പോരെ? ആ ഇപ്പുറത്ത് കാട്ട. ഇങ്ങനെ അടിക്കണം. അവൾ അനുഗ്രഹിച്ചിരിക്കുന്നു പറ. ഇങ്ങനെ അടി. അവളെ നോക്കി ചിരിക്കേ. ചിരിക്കേ. ആ ഇനി ഇപ്പുറത്തെ കൈ കാട്ട്. ഇപ്പുറത്തെ കാര്യം കുഞ്ഞുകാലാട്ടി. ഇപ്പുറത്തെ കുഞ്ഞുകാലാട്ടി. ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ പോകുമോ ആകോ? പോകോ കാശി? 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാളെ പോകണ്ട. നമുക്ക് അടുത്ത ദിവസം ലീവ് എടുക്കാം. അപ്പൊ നമുക്ക് ഇതൊക്കെ തേച്ചരച്ച് കളയാം കേട്ടാ. ചുണ്ടറായിട്ടുണ്ട്. നോക്കട്ടെ. അങ്ങനെ തിരി. എന്നോട് ചോദിച്ച സുന്ദരനായെന്ന്. സുന്ദരൻ, സുന്ദരകൃഷ്ണൻ, സുന്ദരകൃഷ്ണനായെന്ന് വെച്ചാൽ സുന്ദരകൃഷ്ണമ്പായി ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ നേട്ടുണ്ട്. ഓക്കെ, അടുത്ത് കുറച്ചാ പോരടി. ആനോനെ കൊതുകൂട്ടുന്ന അവള് നോക്കും. ഏത്? ഇത് കൃഷ്ണനമ്പായിന്റെ തലയിൽ കെട്ടണതാ. എല്ലാവരും ഇങ്ങനത്തെ കെട്ടൂല. എവിടെ? ആ ലൗചിന്റെ പോലെ കാശിന്റെ കൃഷ്ണന്റെ സാധനം. കാണാൻ നല്ല ഭംഗിയുണ്ടാവാൻ. നല്ല നടി. നല്ല രസമുണ്ട്. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദന നീ കത്തുമ്മയിൽ കേക്കണേ. അങ്ങനെ നിൽക്കണ വലിക്കാനൊരു കൊതി. വലിക്കല്ല കേട്ടാ. അമ്മ ടൈറ്റ് ആയിട്ട് വെച്ചാണ്. ചുണ്ടറായിട്ടുണ്ട്. മസിലുള്ള കൃഷ്ണൻ. കൃഷ്ണന്റെ കിരീടത്തിൽ നിന്ന് പറിച്ചെടുക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ ലംബായിരിക്കും. നോക്കട്ടെ ലംബാണോ നോക്കിയടി. കുഴപ്പമില്ല. കിരീടം വെച്ചിട്ടുണ്ട്. കാശിന്റെ എടുത്തോ. കാശി അങ്ങോട്ട് നോക്കിക്ക്. എടുത്തേടി. ഫോട്ടോ എടുത്തേടി. ഫോട്ടോ
ഒരുങ്ങിട്ട് എന്റെ പുള്ള ആ ഉണ്ട്. അപ്പൊ അത് വേണോ? അതാ വേണോ? ഒരുങ്ങിട്ട് എന്റെ പിള്ളക്ക് മതിയാവണില്ല. ഇത് ചെയ്യാം. വർഷത്തിൽ ഒരിക്കലും ഒരുങ്ങുള്ളൂ അല്ലേ? അല്ലേ ആശുകൂട്ടാ? ആ നമുക്ക് എന്താ അറിയാ? ആ കൃഷ്ണ അങ്ങനെയൊക്കെ വെക്കും. എന്താട്ടെ കൃഷ്ണനെ കാണാൻ വന്നിട്ട് പിടിച്ചപ്പോ വിളിക്കും. ചുണ്ടാട്ടെ. താഴെ വിളിച്ചിങ്ങനെ. ആ അങ്ങനെ പിടിച്ചോ. അയ്യോ അയ്യോ. മതി. കമ്മലില്ലല്ലോ പിള്ളക്ക്. കമ്മല ഇതെന്തോരം ഉണ്ടല്ലോ, കൊറേ ഉണ്ടല്ലോ. ആ എന്നാ പിടി. ബാക്കിയൊക്കെ വരുമ്പത്തില്ല. പറ്റില്ലേ? പിടിച്ചു വേണം നടക്കാൻ കേട്ടാ. അത് ചേച്ചിയുടെ കയ്യിലുണ്ടാവും. ഇതിങ്ങനെ പിടിച്ചോളാം. ഓക്കെ അങ്ങനെ പിടിച്ച് നടക്കണം കേട്ടാ. ഇച്ചിരി നേരം 5 minutes എങ്കിലും. പയ്യെ പയ്യെ. നോക്കിയേ നോക്കിയേ. തോട്ടിലിടാൻ എന്ത്? ഓടക്കുഴലാ? നോക്കട്ടെ. അവിടെ നിൽക്കാം. അതിൻ്റെ അടുത്ത് നോക്കോ. ആ തമ്പ എടുത്ത് പോയി എന്നാ മണി താഴെ എടുക്ക. ഉമ്മ കൊടുക്കും. ഉമ്മ കുറച്ച് കഴിയുമ്പോൾ പോളൂ. ഇത് നോക്കാൻ വന്നേക്കടാ. കിണ്ടിയുടെ വെള്ളം എടുത്ത് കുടിക്കല്ലേ? വീട്ടിലല്ല അത് കേട്ടാ. മിഠായി കഴിഞ്ഞ പ്രാവശ്യം കാശി കൃഷ്ണനായപ്പോ വന്നിട്ടാത്ത അതേ വന്നി പറയ കൂടി പോ ചോദിക്കാവളോട് മിഠായി. കൃഷ്ണനോട് പെട്ടിട്ടാ എന്താ അറബി പാട്ട് പാടിക്കോ. ദില്ല സലാം സലാം അതല്ലേ? അതാണ് ഈ ഉടുപ്പിട്ടിട്ട് പാടണ്ടേ? അതല്ല പാടണ്ടേ, കൃഷ്ണന്റെ പാട്ട് പാട്. ആ പാട്. ഊഞ്ഞാലിട്ടല്ലോ കൊടിയിട്ടല്ലോ ഒന്ന് ചടിമല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലും സന്ധ്യ വരെ മുമ്പേ എനിക്ക് പന്ത് കളിക്കണ്ടേ.